everyone, welcome to GG Dental. ഞാൻ ഡോക്ടർ ഫർഹാന. ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രഗ്നൻസിയും ഓറൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. സാധാരണയായി നമ്മൾ പല്ലുകൾക്ക് നൽകുന്ന സംരക്ഷണത്തെക്കാൾ കൂടുതൽ ശ്രദ്ധയും പരിചരണവും നൽകേണ്ട ഒരു സമയമാണ് ഗർഭകാലം എന്ന് പറയുന്നത്. മെയിൻ റീസൺ എന്താന്ന് വെച്ചാൽ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോൺസിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഹോർമോണൽ വേരിയേഷൻസ് നന്നായിട്ട് അനുഭവപ്പെടുന്ന ഒരു ടൈമാണ് പ്രഗ്നൻസി. അപ്പൊ ഈ ഹോർമോണൽ വേരിയേഷന്റെ ഭാഗമായിട്ട് മോണയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും അത് ചില ഇൻഫെക്ഷൻസിനും മറ്റും കാരണമാവുകയും ചെയ്യുകയാണ്. പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ഈ സിവിയർ ആയിട്ടുള്ള മോണവഴുപ്പ് കുഞ്ഞിനെയും ബാധിക്കുന്നതായി ചില സ്റ്റഡീസ് പറയുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഇപ്പോ പ്രീമച്വർ ബേബീസ്, അതായത് മോണവഴുപ്പ് നന്നായിട്ടുള്ള സ്ത്രീകളിൽ പ്രീമച്വർ ബേബീസ് ഉണ്ടാവാനുള്ള സാധ്യത 7 മുതൽ 8 മടങ്ങ് വരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഈ പ്രീമച്വർ ബേബീസ് ആണെങ്കിൽ ഒബ്വിയസ്ലി കുഞ്ഞിന്റെ ബർത്ത് വെയിറ്റ് കുറവായിരിക്കും. ഈ ബർത്ത് വെയിറ്റ് കുറയുമ്പോൾ ഇമ്മ്യൂണിറ്റി കുറവാവാനും കുട്ടികളിലെ പെട്ടെന്ന് തന്നെ അസുഖങ്ങൾ വന്നു പിടിക്കാനും സാധ്യത കൂടുതലാണ്. സ്ത്രീകളിൽ മുന്നേ തന്നെ, അതായത് പ്രഗ്നന്റ് ആയിരിക്കുന്നതിന് മുന്നേ തന്നെ ചെറിയ രീതിയിൽ മോണവഴുപ്പ് ഉണ്ടായേക്കാം. അതായത് ബ്രഷ് ചെയ്യുമ്പോൾ ബ്ലഡ് വരുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ മോണേന്റെ അവിടെയുള്ള ഒരു വേദന, ഇതൊക്കെ അനുഭവപ്പെടുന്ന സ്ത്രീകൾ പ്രഗ്നന്റ്, അതായത് നമ്മളിപ്പോ ഫാമിലി പ്ലാനിങ്ങിന്റെ ടൈമിൽ തന്നെ പ്രഗ്നന്റ് ആവുന്നതിന് മുന്നേ പല്ല് ക്ലീൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഈ ഓൾറെഡി മോണവഴുപ്പുള്ള ആളുകളിൽ പ്രഗ്നൻസിയുടെ സമയത്ത് ഹോർമോണൽ വേരിയേഷൻ കാരണം കൂടുതലായി, അതായത് സിവിയർ ആയിട്ടുള്ള രീതിയിലേക്ക് ഈ മോണവഴുപ്പിനെ എത്തിക്കാനും അത് ഇതുപോലെയുള്ള കോംപ്ലിക്കേഷൻസിൽ വന്നുപെടാനും സാധ്യത കൂടുതലാണ്. ഇത് കേൾക്കുമ്പോൾ പലരുടെയും സംശയം എന്താണെന്ന് വെച്ചാൽ അമ്മയിലുണ്ടാവുന്ന ഈ മോണവഴുപ്പ് എങ്ങനെ കുഞ്ഞിനെ ബാധിക്കുന്നു എന്നായിരിക്കും. അത് വേറൊന്നും കണ്ടല്ല. ഈ മോണവഴുപ്പ് എന്ന് പറയുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, അതായത് അമ്മയുടെ വായിലുണ്ടാവുന്ന ബാക്ടീരിയാസ്. ആ ബാക്ടീരിയ അമ്മയുടെ ബ്ലഡിലേക്ക് അലിയുന്നതും ഈ ബ്ലഡ് സർക്കുലേഷൻ വഴിയാണ് കുഞ്ഞിനെയും ബാധിക്കുന്നത്. അടുത്തതായിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നം അധികം ആൾക്കാരും പറയുന്നതാണ് പല്ല് പുളിപ്പ് അല്ലെങ്കിൽ പല്ല് വേദന. പല്ല് പുളിപ്പിന്റെ കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഹോർമോണൽ ചേഞ്ചസും എല്ലാം ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തെ ഘടകം എന്താന്ന് വെച്ചാൽ പല ആളുകൾക്കും നമ്മുടെ ഈ പ്രഗ്നൻസിയുടെ സ്റ്റേജസ് ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ, തേർഡ് ട്രൈമസ്റ്റർ എന്ന് ഒരു 3 സെക്ഷൻ ചെയ്തു വെച്ചാൽ അധിക ആളുകളിലും ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നന്നായിട്ട് വോമിറ്റിംഗ് ഉണ്ടാവാം. വോമിറ്റിംഗ്, നൊസിയ, ക്ഷീണം, ഇങ്ങനെ പലതും ഉണ്ടാവാം. അപ്പൊ ഈ വോമിറ്റിംഗ് ആണ് പല്ല് പുളിപ്പിന് മെയിൻ ആയിട്ട് കാരണമാകുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ വോമിറ്റില് അസിഡിക് കണ്ടന്റ് കൂടുതലാണ്. അപ്പൊ നമ്മൾ എന്ത് കഴിക്കുമ്പോഴും അത് വോമിറ്റ് ചെയ്ത് പോകുന്നൊരു സ്റ്റേജ് ആണ് ഫസ്റ്റ് ട്രൈമസ്റ്റർ കൂടുതലായിട്ടും. അപ്പൊ ഈ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നമ്മൾ വോമിറ്റ് ചെയ്യുമ്പോൾ അസിഡിക് നേച്ചർ ആയിട്ടുള്ള വോമിറ്റ് നമ്മുടെ പല്ലില് വന്നടിയുകയും അത് ഇനാമലിനെ ദ്രവിപ്പിക്കുകയും ഈ ഇനാമൽ ലോസ് ആവുമ്പോഴാണ് നമുക്ക് പല്ലിനുള്ള പുളിപ്പ് അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഉമിനീര്, സലൈവയിൽ ഉണ്ടാവുന്ന അസിഡിക് നേച്ചർ, ഈ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ സലൈവയിൽ അസിഡിക് നേച്ചർ കൂടുതൽ ഉണ്ടാവാം. ആ അസിഡിക് നേച്ചറും നമ്മുടെ ഈ പല്ലിന്റെ പുളിപ്പിന് കാരണമാവാം. പറഞ്ഞൊരു കംപ്ലൈന്റ് ആണ്, പ്രഗ്നൻസി വരെ, അതായത് കുട്ടി ഉണ്ടാവുന്നതിന് മുന്നേ വരെ നല്ല പല്ലുകളായിരുന്നു, പക്ഷെ കുഞ്ഞുണ്ടായതിനു ശേഷം പല്ല് പൊടിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ പല്ല് മുഴുവൻ കേടുവരുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, കാരണം ഈ വൊമിറ്റിന്റെ സമയത്തും അതേപോലെ സലൈവയിൽ ഉണ്ടാകുന്ന അസിഡിക് നേച്ചറും ഇതൊക്കെ പല്ലിന്റെ ഇനാമലിനെ കളയുന്നു ഞാൻ പറഞ്ഞു. അപ്പൊ ഈ പല്ലിന്റെ ഇനാമൽ ഔട്ടർ സർഫസ് ആണ്. അപ്പൊ ഈ പല്ലിന്റെ ഇനാമലിനെ അത് ദ്രവിപ്പിച്ച് കളയും. ഇത് ദ്രവിക്കുമ്പോൾ നമ്മുടെ പല്ലിന് പോടകളുണ്ട്, അതായത് കേരീസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടും. കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ക്രേവിങ്സ്, ചില ആളുകൾക്ക് മധുരത്തോടായിരിക്കും നന്നായിട്ടുള്ള ക്രേവിങ്സ് ഉണ്ടാവുക. ജിലേബി, ലഡു, ഐസ്ക്രീംസ്. അപ്പൊ ഒരുപാട് മധുരങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സോറായിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മള് ഈ പുളി അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ പ്രഗ്നൻസിയുടെ സമയത്ത് ഒരുപാട് കഴിക്കും. അപ്പൊ ഈ പ്രഗ്നൻസിയുടെ സമയത്ത് ഉണ്ടാകുന്ന ഈ ക്രേവിങ്സും പല്ല് കേടുവരാനുള്ളതിന് മെയിൻ കാരണമായിട്ട് മാറാം. പല്ല് കേടുവരാനുള്ള വേറൊരു കാരണം എന്ന് വെച്ചാൽ പ്രോപ്പർ ബ്രഷിംഗ് ഇല്ലാണ്ടിരിക്കുമ്പോഴാണ്. അതായത് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ അധിക ആൾക്കാരിലും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ബ്രഷ് ചെയ്യുമ്പോൾ വോമിറ്റിംഗ് ടെൻഡൻസി കൂടുന്നത്. അതായത് പേസ്റ്റിന്റെ പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ ബ്രഷ് നമ്മുടെ വായിൽ വെക്കുമ്പോൾ ഉള്ള ഒരു നമുക്കുണ്ടാകുന്ന ഒരു ഡിഫിക്കൽട്ട് ഫീലിംഗ് ആയിരിക്കാം. അപ്പോ ആ ഒരു ടൈമിൽ നമ്മൾ എല്ലാവരും ബ്രഷ് ചെയ്യാനൊക്കെ മടിക്കും. കാരണം ഈ വോമിറ്റിങ്ങും രാവിലെ തന്നെയുള്ള നൊസിയൊക്കെ കാരണം നമ്മൾ ബ്രഷ് ചെയ്യാൻ ഒരുപാട് പുറകോട്ട് പോകും. ഈ ഒരു കാര്യം, അതായത് പ്രോപ്പർ ബ്രഷിങ്ങും ഫ്ലോസിംഗ് ഇല്ലായ്മയും നമ്മുടെ പ്രഗ്നൻസിക്ക് ശേഷമുള്ള കേരീസിന് കാരണമാകാം. ഇനി നമുക്കിത് എങ്ങനെ മാനേജ് ചെയ്യാൻ നോക്കാം. അതായത്
നമുക്കറിയാം ചെറിയ കേടുകളൊക്കെ വരുന്നുണ്ടെന്ന് കാണുമ്പോൾ നമുക്കതിനെ പെട്ടെന്ന് തന്നെ, അതായത് റൂട്ട് കനാലിലേക്ക് പോകുന്നതിന് മുന്നേ ചെറിയ ചെറിയ കേടുകൾ താൽക്കാലികമായി അടക്കുകയോ അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് അമാൽഗോ അല്ലെങ്കിൽ ടൂത്ത് കളേർഡ് ഫില്ലിങ്ങോ വെച്ച് അടക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പൊ നിങ്ങൾക്കുള്ള സംശയം എന്താണെന്ന് വെച്ചാൽ ഈ പ്രഗ്നൻസിയുടെ സമയത്ത് ഡെന്റൽ ട്രീറ്റ്മെന്റ് ചെയ്യാമോ എന്നായിരിക്കും അല്ലെ. പ്രഗ്നൻസിയിൽ ഞാൻ പറഞ്ഞതുപോലെ ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ, തേർഡ് ട്രൈമസ്റ്റർ ഇങ്ങനെ 3 സ്റ്റേജസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ സെക്കൻഡ് ട്രൈമസ്റ്റർ ബെറ്റർ ആയിട്ടുള്ള ടൈമാണ്. അതായത് നമുക്ക് എന്ത് ട്രീറ്റ്മെന്റ് വേണമെങ്കിലും സെക്കൻഡ് ട്രൈമസ്റ്റർ സേഫ് പീരീഡ് ആണ്. അപ്പൊ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ നമുക്ക് ഈ പല്ലടക്കാനും അതുപോലെ തന്നെ ക്ലീൻ ചെയ്യാനും ഒക്കെ ഉള്ളൊരു ടൈം പീരീഡാണ് സെക്കൻഡ് ട്രൈമസ്റ്റർ. അതായത് 4 മാസം മുതൽ 7 മാസം വരെ. പിന്നെ റൂട്ട് കനാല്, പിന്നെ എക്സ്ട്രാക്ഷൻ, അതായത് പല്ല് പറിക്കുന്നത്, ഇതൊക്കെ ഗൈനക്കോളജിസ്റ്റിന്റെ ഒപ്പീനിയൻ ഉണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഗൈനക്കോളജിസ്റ്റ് തീരെ, അതായത് അനങ്ങാൻ പാടില്ല, ബെഡ് റെസ്റ്റ് വേണം, അങ്ങനെയുള്ള കണ്ടീഷൻസ് വെക്കുന്ന പേഷ്യൻസിൽ മാത്രമേ നമുക്ക് ഇതുപോലെയുള്ള ട്രീറ്റ്മെന്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളൂ. ബാക്കിയുള്ള പേഷ്യൻസിൽ സെക്കൻഡ് ട്രൈമസ്റ്റർ സേഫ് പീരീഡുള്ള ഒരു ടൈമാണ്. ഇനി നമുക്ക് പ്രഗ്നൻസിയിൽ നമ്മുടെ ഓറൽ ഹെൽത്തിനെ എങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് തിങ് എന്താ വെച്ചാൽ ബ്രഷ് ട്വൈസ് ഇൻ എ ഡേ, 2 നേരം ബ്രഷ് ചെയ്യുക. പിന്നെ ഫ്ലൂറിഡേറ്റഡ് ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യുക. ഫ്ലൂറിഡേറ്റഡ് ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഇനാമലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മളെ സഹായിക്കും. വേറൊന്ന് മൗത്ത് വാഷ്, അത് 2 ദിവസം കൂടുമ്പോൾ മൗത്ത് വാഷ് യൂസ് ചെയ്യുക. പിന്നെ ഫ്ലോസ് യൂസ് ചെയ്യുക. അതുപോലെ കാൽഷ്യം ഇൻടേക്ക്, പാല് കുടിക്കുക, കാൽഷ്യം, കാരണം കാൽഷ്യം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ പല്ലിന്റെ ഹെൽത്തിന്റെ ഏറ്റവും മെയിൻ കാര്യമാണ് കാൽഷ്യം. അപ്പൊ കാൽഷ്യം ടാബ്ലറ്റ്സ്, പ്രഗ്നൻസിയിൽ കാൽഷ്യം ടാബ്ലറ്റ്സും വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ തരും. അത് പ്രോപ്പറായിട്ട് നമ്മൾ കഴിക്കുക. കാൽഷ്യം ഇൻടേക്ക്, കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. പിന്നെ വേറൊന്ന് ബാലൻസ് ഡയറ്റ്, അതായത് കുഞ്ഞിന്റെയും അമ്മയുടെയും പൂർണ്ണ ആരോഗ്യത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ബാലൻസ് ഡയറ്റ്. അയണും ഫൈബറും എല്ലാം അടങ്ങിയിട്ടുള്ള ബാലൻസ് ഡയറ്റ് നമ്മൾ ഈ ത്രൂ ഔട്ട് ദ പ്രഗ്നൻസി, ആഫ്റ്റർ പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രഗ്നൻസിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. Thank you for watching and please do subscribe our channel. Till then, bye bye.